ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാനിന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നത്. അതായത് 2-3 പേർക്ക് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 സവാള, പച്ചമുളക്, ക്യാപ്സിക്കം, ചിക്കൻ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കറി മസാല, ജീരകം, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ സവാളയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളും ചിക്കൻ മന്തി വയ്ക്കാനുള്ള അരിയും ചിക്കനും ഒക്കെ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം സവാളയും നമ്മുടെ പച്ചമുളകും ഒക്കെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ക്യാപ്സിക്കം നമുക്ക് ചോപ്പ് ചെയ്യേണ്ട, നമുക്കത് പകുതിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൽ ചോപ്പ് ചെയ്തെടുത്താൽ അതൊരുമാതിരി വെള്ളം പോലെയൊക്കെ ആയിപ്പോൾ നമുക്കത് വേണ്ട. ഇത് മാത്രം ചോപ്പ് ചെയ്തിട്ട് ക്യാപ്സിക്കത്തിന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ഉണ്ടാക്കുന്നത് 3 പേർക്ക് കണക്കാക്കിയാണ്, അല്ലെങ്കിൽ 4 പേർക്ക് കഴിക്കത്തക്ക രീതിയിലാണ് എടുത്തത്. കുറച്ച് ചിക്കനിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലിപ്പോൾ 3-4 പേരാണോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ വളരെ കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം കൂടെ മാത്രമേ ഉള്ളൂ. ക്യാപ്സിക്കം ഇത്രയും വേണ്ട, നമുക്ക് പകുതി മതിയാകും. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കം കൂടെ അരിഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ ഈ അരിഞ്ഞെടുക്കുന്ന സവാളയായിരുന്നാലോ ക്യാപ്സിക്കമായിരുന്നാലോ പച്ചമുളകായിരുന്നാലോ എല്ലാം ഞാനൊരു ഇത്തിരി വലുതായി തീരെ പൊടിയാക്കി അരിഞ്ഞിട്ടില്ല. ഒരു ചെറുത് വലിപ്പമുണ്ട്, എന്നാൽ തീരെ വലിപ്പത്തിലും അല്ല. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് ഈ മന്തിയിൽ കിടന്ന് വെന്ത് ഒരിതാകുമ്പോൾ ഏകദേശം എല്ലാം നല്ല വെന്ത് അതങ്ങ് ഇതായിട്ടങ്ങ് തീരും. അപ്പോൾ നമുക്കത് പിന്നെ അത് കഷ്ണങ്ങളായിട്ടൊന്നും കാണാൻ കഴിയില്ല. പിന്നെ ഇനി അടുത്ത് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മന്തി ഏതിലാണോ വെക്കുന്നത് ആ പാത്രം എടുത്ത് അതിൽ തന്നെ ആയിരിക്കണം നമുക്ക് ഈ മസാലകളെല്ലാം ഞവടിയെടുക്കാനുള്ളത്. അപ്പോൾ മിക്സിങ് നമ്മൾ ഏത് പാത്രമാണോ അത് മറന്നു പോകരുത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ആദ്യം ചിക്കനെ തന്നെ ഇട്ടു. ഇല്ലെങ്കിൽ നമുക്ക് സവാളയും എല്ലാമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ ഇടുന്നത്. ഇന്നിപ്പോൾ ഇവിടെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇട്ടു. അപ്പോൾ സവാള നോക്കിയപ്പോൾ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ശകലം സവാള മാറ്റി, അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതത്ര ചിക്കൻ ഇട്ടു, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാപ്സിക്കം, സവാള, പച്ചമുളക് ഇത്ര ഇട്ടു. ഇനി നമുക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, ജീരകം, ഇത്രയും സാധനങ്ങളിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, അല്ലാതെ വേറൊന്നും ചെയ്യരുത്. പിന്നെ ഇതിലിടാനുള്ള പ്രധാന സംഭവം എന്ന് വെച്ചാൽ ഓപ്ഷണലാണ്, നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ സ്ഥിരം ചേർക്കാറുണ്ട്. മറ്റൊന്നുമില്ല, ചിക്കൻ മാഗി ക്യൂബാണ് ഇത് ബോക്സിനകത്ത് 2 ക്യൂബ് കാണും. നമുക്കപ്പോൾ ഇവിടെ 2 ക്യൂബ് ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ പ്രധാന കേസ്, ഇതിൽ ചെറിയ ഉപ്പിൻ്റെ അംശമുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ഉപ്പിടുന്നത് നോക്കി വേണം ഇടാനുള്ളത്. അപ്പോൾ എനിക്കൊരു കണക്കറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊടികളും ആ ചിക്കനായിട്ടും സവാളയായിട്ടും ഒക്കെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിൽ ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു വെളിച്ചെണ്ണ ചേർക്കരുത്, മറ്റേതെങ്കിലും എണ്ണ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 2 സ്പൂൺ അത്രയും മതിയാകും. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇത്രയും ഇത് കാണിക്കുന്നത് എത്ര സമയം വേണം എന്നുള്ളതാണ്. കാരണം അത്രത്തോളം നമ്മൾ ആ ചിക്കനും ഇത് മിക്സ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു അതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ലെങ്ത് ആക്കി ഇട്ടത്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര സമയമാണെന്നുള്ളത്, കാരണം അത്രയും സമയം നമുക്കിങ്ങനെ ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമുക്കതിട്ടാക്കണം. അപ്പോൾ നമുക്ക് 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി കുറച്ച് സമയം മിക്സ് ചെയ്താൽ മതി. കാരണം എന്തെന്ന് വെച്ചാൽ നേരത്തെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തല്ലോ, ഓരോ പീസിൻ്റെ ഇടയിലും നല്ലതുപോലെ മിക്സ് ആക്കണം. പിന്നെ മറ്റൊരു കേസ് ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയത്, സാധാരണ എല്ലാവരും ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല വലിയ പീസാണ്, അതായത് ഒരു കോഴിയെ 4 പീസോ 5 പീസോ ഒക്കെ ആക്കി മുറിച്ച് അങ്ങനെയാണ് ഇടുന്നത്. ഞാനിതിവിടെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും കൂടെയാണ് കാണിക്കുന്നത്. നോർമൽ ഫ്രൈക്കുള്ള പീസിലാണ് ഞാനിവിടെ മന്തിക്ക് എല്ലാം എടുക്കുന്നത്. അത് ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, നമ്മളിവിടെ എല്ലാം മിക്സ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ചോറിനുള്ളതെല്ലാം റെഡിയാക്കാം. ഞാനിവിടെ ചോറ് വേവിച്ച് എടുക്കുന്നത് വറ്റിച്ചല്ല, ഞാനിവിടെ റൈസ് കുക്കറിലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം പട്ട, പിന്നെ ഗ്രാമ്പു, ഏലക്ക ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ആക്കണം. അതിന് കൂടെ കുരുമുളകിൻ്റെ മുഴുവനായിട്ടുള്ള കുരുമുളക്, നേരത്തെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഇത് അല്ലാതെ ഇടുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടു. ഉപ്പ് മറ്റതിലും ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മതി. ഇനി നമുക്ക് ഇതിനെ അടുപ്പിലോട്ട് വെച്ച് തിളപ്പിക്കാം. ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടുത്ത അരി കഴുകിയിടേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ വെള്ളമെല്ലാം നിറച്ച് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുന്നതേ ഉള്ളൂ. ഈ സമയം നമുക്ക് അരി നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാനിവിടെ ഒരു 1.25 നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്, അതായത് ഒരു കിലോ അരിയുടെ 1/3. അപ്പോൾ അരി വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. ഈ അരിനെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നീളമുള്ള അരിയാണ്, മന്തിയുടെ അരിയല്ല. ഞാൻ സാധാരണ ബസുമതി അരിയാണ്, നമ്മുടെ ബിരിയാണി അരിയൊക്കെ വയ്ക്കുന്ന അരിയാണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ മന്തി അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കതിനെ അടുപ്പിലോട്ട് വെച്ച് തീ കത്തിക്കാം. ആദ്യം വയ്ക്കുമ്പോൾ നല്ല ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കണം. ചെറുതായിട്ട് നമുക്ക് ഇതൊക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ശകലം മല്ലിയിലയും കൂടെ ഇട്ട് അടച്ച് നമുക്കൊരു കറക്റ്റ് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കുള്ള എന്തായിരുന്നാലും ഇതിൽ ഈ പുകയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഒരു സൈഡ് വെന്തു. ഇനി നമുക്ക് മറു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ പീസും മറിച്ചിട്ട് കൊടുക്കണം. ഒന്നിനോട് ഒട്ടി ഇരിക്കാത്ത രീതിയിൽ വേണം നമുക്ക് എല്ലാം ഇടാനുള്ളത്. ആദ്യം ഇടുമ്പോഴും അത് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ പീസുകളും ഞാനിവിടെ മറിച്ചിട്ടിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതായിട്ട് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൈസ് നോക്കി ക്ലിയർ ആണെങ്കിൽ ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് നോക്കാം. റൈസ് ഏകദേശം എല്ലാം വെന്ത് ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. അതിലാവശ്യമുള്ള വെള്ളം എല്ലാം അടിയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഈ റൈസിന് മുഴുവനായിട്ട് അതിൽ തട്ടിക്കൊടുക്കാം. നല്ലതുപോലെ തട്ടി നല്ലതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം അതിൻ്റെ സൈഡൊക്കെ. അതിനുശേഷം നീളമുള്ള നല്ല പച്ചമുളക് നമുക്കിതിനകത്തോട്ട് കുത്തി വയ്ക്കണം. ഇത് വേറൊന്നിനുമല്ല, നല്ല രുചിയായിരിക്കും. ഈ പച്ചമുളകിൻ്റെ സത്തൊക്കെ അതിനകത്തോട്ട് ഇറങ്ങുമ്പോൾ അത് അതിനേക്കാളേറെ നല്ല ഒരു മണവും ഒക്കെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇതാണ്, കരി ചൂടാക്കി അതിൽ വെക്കുന്നതാണ്. ഇപ്പോൾ സാധാരണ ആൾക്കാരുടെ അടുക്കൽ ചാർക്കോൾ കട്ടയൊക്കെ വാങ്ങിച്ച് വെക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കാം. ഇല്ലാത്തവരും കാണും, ഉള്ളവരും കാണും. അപ്പോൾ ഞാനിപ്പോൾ ഇല്ലാത്തവരെ കൂടെ ചേർത്താണ് വെക്കുന്നത്. നമുക്ക് ഒരു ചിരട്ട ഞാൻ ഗ്യാസിൽ നിന്നാണ് എടുത്ത് ഇതുപോലെ കരിച്ച് ഒരു പാത്രത്തിലൊഴിച്ച് ഒരല്പം ഗോൾഡ് വിന്നറിൻ്റെ എണ്ണ ഒഴിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നല്ല പോലെ പുക പുറത്തോട്ട് വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് വയ്ക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഇവിടെ ഇതെല്ലാം ആയി
തീ അണച്ചിട്ടിട്ട് വീണ്ടും 20 മിനിറ്റ് നമുക്ക് അതുപോലെ തന്നെ വെക്കണം. അപ്പോഴേ അത് നല്ല കറക്റ്റ് തണുത്ത ഒരിതൊക്കെ ആവത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഇതിനടിയിലാണ് ചിക്കൻ പീസുകൾ കിടക്കുന്നത്. നമ്മളിത് പതുക്കെ റൈസിനെ ഒരു സൈഡിലോട്ട് മാറ്റി ആ ചിക്കൻ പീസുകൾ അടിയിലുള്ളതിനെല്ലാം നമുക്ക് എടുത്ത് ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം. ഞാനിവിടെ ചിക്കൻ പീസുകളെല്ലാം എടുത്ത് മാറ്റി. ഇനി നമുക്ക് അതിനകത്ത് റൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ റൈസ് ആ പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിടണം. കാരണം മസാലകളെല്ലാം അടിയിലുണ്ട്. ഈ ചോറുമായിട്ട് ആ മസാല നല്ലതുപോലെ ഒരു മിക്സിങ് ആയാൽ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാം നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ സർവ് ചെയ്യാനായിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് സർവ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ആരും എൻ്റെ വീഡിയോസ് ഒന്നും കാണാതിരിക്കരുത്. എല്ലാ പേരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റൈസ് എല്ലാം എടുത്തു. ഇനി നമുക്ക് എടുത്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്